നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവർക്കും തുഷാരം ബ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ചെറിയൊരു വീഡിയോ ആയിട്ടാണ്. വീട്ടാവശ്യത്തിനുള്ള കൂൺ എങ്ങനെ കൃഷി ചെയ്യാം എന്നതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമുക്കതിനെക്കുറിച്ച് വിശദീകരിച്ച് കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോൾ കൂൺ കൃഷി ചെയ്യുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ആദ്യമേ ഒരു കാര്യം പറഞ്ഞോട്ടെ. കൂൺ കൃഷി ചെയ്യുമ്പോൾ ഏറ്റവും വൃത്തിയോടുകൂടി മാത്രമേ ചെയ്യാൻ പറ്റൂ. എങ്കിലേ അതിന് നമുക്ക് ഫലം കിട്ടുകയുള്ളൂ. അതായത് കൂൺ കൃഷി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂൾസും അതുപോലെ തന്നെ നമ്മുടെ കൈകളും എല്ലാം അണുവിമുക്തമാക്കിയതിന് ശേഷം മാത്രമേ, അതായത് സാനിറ്റൈസറോ ഡെറ്റോളോ അതുപോലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് അണുവിമുക്തമാക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് ഈ ഒരു കാര്യത്തിലേക്ക് കടക്കാൻ പറ്റൂ. അണുവിമുക്തമാക്കിയ റബ്ബർ അറക്കപ്പൊടി കൊണ്ടുണ്ടാക്കിയ പെല്ലറ്റ് ഉപയോഗിച്ചാണ് ഞങ്ങൾ ഇന്ന് ഈ കൂൺ കൃഷി ചെയ്യുന്നത്. റബ്ബറിൻ്റെ അറക്കപ്പൊടി ഉപയോഗിച്ചും വൈക്കോൽ ഉപയോഗിച്ചും കൂൺ കൃഷി ചെയ്യാവുന്നതാണ്. പെല്ലറ്റ് ഉപയോഗിച്ച് ചെയ്യാൻ കാരണം മറ്റ് മാധ്യമങ്ങൾ ഉപയോഗിച്ച് ചെയ്യുന്നതിനേക്കാൾ ചെലവ് കൂടുതലാണെങ്കിലും എളുപ്പത്തിൽ നമുക്കിത് ചെയ്യാൻ കഴിയും. ഒരു പാക്കറ്റ് കൂൺ വിത്ത് കൊണ്ട് 2 ബെഡുകൾ തയ്യാറാക്കാം. ഒരു ബെഡ് തയ്യാറാക്കാൻ 1 കിലോ പെല്ലറ്റിലേക്ക് തിളപ്പിച്ച 1.5 ലിറ്റർ വെള്ളം ഒഴിക്കുക. എന്നിട്ട് അതിനെ സാവകാശം നല്ല പോലെ തണുക്കാൻ അനുവദിക്കുക. ഏറ്റവും ചുരുങ്ങിയത് 10 മണിക്കൂർ നേരമെങ്കിലും ഇങ്ങനെ തണുക്കാൻ വേണ്ടി വെക്കേണ്ടതാണ്. 10 കിലോ കൊള്ളുന്ന HM കവറിൽ നിറച്ച പെല്ലറ്റിലേക്കാണ് തിളച്ച വെള്ളം ഒഴിച്ചു വെക്കേണ്ടത്. എന്നിട്ട് ഇതിനകത്തേക്ക് 1 പാക്കറ്റ് കൂൺ വിത്തിൻ്റെ പകുതി ഇടുക. അതിനുശേഷം HM കവറിൻ്റെ മുകൾ ഭാഗം നല്ല പോലെ കെട്ടിവെക്കണം. മുകൾ ഭാഗം കെട്ടിയതിന് ശേഷം കവറിൻ്റെ എല്ലാ ഭാഗത്തും സേഫ്റ്റി പിൻ ഉപയോഗിച്ച് ചെറിയ ചെറിയ ദ്വാരങ്ങൾ ഉണ്ടാക്കേണ്ടതാണ്. എന്നിട്ട് 10 ദിവസത്തിന് ശേഷം കവറിൽ വൃത്തിയുള്ള ബ്ലേഡ് ഉപയോഗിച്ച്, അതായത് ഞാൻ മുകളിൽ പറഞ്ഞതുപോലെ അണുവിമുക്തമാക്കിയ ബ്ലേഡ് ഉപയോഗിച്ച് കീറലുണ്ടാക്കണം. നല്ല ചൂടുള്ള കാലാവസ്ഥയാണെങ്കിൽ വെള്ളം സ്പ്രേ ചെയ്ത് നനച്ചു കൊടുക്കേണ്ടതാണ്. 10 ദിവസം കൊണ്ട് ഈ കവർ വെള്ള കളറാകും. അതായത് ഒരു പൂപ്പൽ വന്നതുപോലെ നമുക്ക് തോന്നും. അപ്പോഴാണ് ബ്ലേഡ് ഉപയോഗിച്ചുകൊണ്ട്, വീണ്ടും പറയുന്നു, വൃത്തിയുള്ള ബ്ലേഡ് ഉപയോഗിച്ചുകൊണ്ട് കീറൽ ഉണ്ടാക്കേണ്ടത്. ഏകദേശം 15 ദിവസം ആകുമ്പോഴേക്കും കൂൺ വിരിയും. നമുക്ക് അത് ഭക്ഷ്യയോഗ്യമായി തീരും. അപ്പം കൂണിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ അറിയാലോ. ഏറ്റവും കൂടുതൽ വൈറ്റമിൻ ഡി കിട്ടുന്ന ഒരു ഭക്ഷ്യ പദാർത്ഥം കൂടിയാണ് കൂണ്. അങ്ങനെ കൂണിൻ്റെ വിശേഷങ്ങൾ ഒത്തിരി ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഞങ്ങൾ വരുന്നതാണ്.